ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് നമ്മുടെ ചക്കവരട്ടി ഉണ്ടല്ലോ, ചക്കവരട്ടി കൊണ്ട് അടയാണ് തയ്യാറാക്കാൻ പോകുന്നത്. ഞാൻ ഇതിലേക്ക് തേങ്ങ കൊണ്ടുള്ള ഫില്ലിംഗ് ഒന്നും ചെയ്തിട്ടില്ല, എന്നാൽ തന്നെയും കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കുക. അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് കിടക്കാം. അപ്പോൾ അതിന് മുമ്പ് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇനി നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഗോതമ്പ് പൊടിയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഗോതമ്പ് പൊടിയോ അരിപ്പൊടിയോ ഏത് വേണമെങ്കിലും എടുക്കാം. അപ്പോൾ ഞാൻ ഗോതമ്പ് പൊടിയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ അളവിൽ ചുക്ക് പൊടിച്ചതും പിന്നെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ നമ്മുടെ ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ നമ്മൾ ചെറുജീരകം ഉണ്ടല്ലോ, ചെറിയ ജീരകം പൊടിച്ചതും കൂടെ ചേർക്കുന്നുണ്ട്. എന്നിട്ട് ഒരു സ്പൂൺ കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഇട്ട് കൊടുത്ത സാധനങ്ങളെല്ലാം എല്ലായിടത്തും ഒരേപോലെ എത്താൻ വേണ്ടി നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഈ മാവ് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. അതിനുവേണ്ടി ഞാൻ ചേർത്ത് കൊടുക്കുന്നത് തേങ്ങാപ്പാലാണ് കേട്ടോ. അപ്പോൾ അരമുറി തേങ്ങയുടെ പാലാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അപ്പം ഈ തേങ്ങാപ്പാലാണ് നമുക്ക് ഈ അടയ്ക്ക് ഒന്നുകൂടെ ടേസ്റ്റ് കൊടുക്കുന്നത് കേട്ടോ. അപ്പം എല്ലാവരും വെള്ളത്തിന് പകരം ഈ തേങ്ങാപ്പാലൊന്ന് യൂസ് ചെയ്യാൻ നോക്കുക. അപ്പം തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ടത് മിക്സ് ആക്കി കൊടുക്കാം. അപ്പോൾ തേങ്ങയുടെ 1-ാം പാലും 2-ാം പാലും ഞാൻ ഒന്നിച്ചാക്കിയിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ തേങ്ങാപ്പാൽ തികഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പിഴിഞ്ഞ് വെച്ച ആ ചണ്ടി ഉണ്ടല്ലോ തേങ്ങയുടെ, അതിൽ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ച് ഒന്നുകൂടെ അടിച്ചു കഴിഞ്ഞാൽ 3-ാം പാല് കിട്ടും. അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പം നമ്മൾ മാവ് കുഴച്ചെടുക്കുമ്പോൾ ചപ്പാത്തിക്ക് എടുക്കുന്നതിനേക്കാളിലും കുറച്ചുകൂടെ ലൂസായിട്ട് വേണം മാവ് കുഴച്ചെടുക്കാൻ വേണ്ടി. അപ്പം ഇനി ഇതിലേക്ക് ഞാൻ ചക്ക വരട്ടി വെച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ, കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ. അപ്പോൾ ഈ ചക്ക വരട്ടിയും കൂടെ ചേർത്ത് ഞാൻ കുഴച്ചെടുക്കുകയാണ്. ഈ ചക്ക വരട്ടി ഞാൻ ഉണ്ടാക്കിയത് കൂഴച്ചക്ക ഉണ്ട് കേട്ടോ. അപ്പോൾ ചെറിയൊരു നാര് പോലെ ഇങ്ങനെ വലിഞ്ഞ് വരുന്നുണ്ട്. പക്ഷേ മറ്റേ വരിക്കയാണെങ്കിൽ അടിപൊളി കേട്ടോ. അപ്പോൾ ഇവിടെ ചക്ക വരട്ടിയും മാവും ഒക്കെ നന്നായിട്ട് യോജിപ്പിച്ച് ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ച് മധുരത്തിൻ്റെ ഒരു കുറവുണ്ട്, അതുപോലെ എനിക്ക് തോന്നി. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് കരിപ്പട്ടിയും കൂടെ ചിരിയിടുകയാണ്. നമ്മൾ വെന്ത് കഴിയുമ്പോഴേ മധുരം കുറച്ച് കുറയും. നമ്മളിപ്പോൾ വായി വെച്ച് നോക്കുമ്പം അത്യാവശ്യം മധുരം കാണും, പക്ഷേ വെന്ത് കഴിയുമ്പം ഒരല്പം മധുരം കുറയും. അപ്പോൾ ഈ കരിപ്പട്ടിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇപ്പോൾ മാവ് നന്നായിട്ട് ഞാനിവിടെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇല വാട്ടിയെടുക്കണം. ഞാനിപ്പോൾ വാട്ടിയെടുത്ത് കൊണ്ടുവന്നതാണ്. അപ്പോൾ ഇങ്ങനെ വാട്ടിയെടുക്കുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ മടക്കിയെടുക്കാം, അല്ലെങ്കിൽ ചിലപ്പം പൊട്ടി അത് കീറിപ്പോവും, പിന്നെ അത് നമുക്ക് എടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഈ വാട്ടിയെടുക്കുമ്പോൾ നമ്മൾ ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഈ ഗോതമ്പ് പൊടി ആയതുകൊണ്ട് കയ്യിൽ നന്നായിട്ട് ഒട്ടിപ്പിടിക്കും കേട്ടോ. അപ്പോൾ അതിനുവേണ്ടി ഇടയ്ക്കിടയ്ക്കൊന്ന് വെള്ളം കൈ തൊടുന്നത് നല്ലതാണ്, അപ്പോൾ ഒട്ടിപ്പിടിക്കത്തില്ല. അപ്പം പരത്തിയെടുക്കുമ്പോൾ ചെറിയ കനത്തിൽ വേണം പരത്തിയെടുക്കാൻ വേണ്ടി. അപ്പം അല്ലെങ്കിൽ നമുക്ക് തിന്നാൻ ഒരു രസം തോന്നത്തില്ല. കട്ടി കുറഞ്ഞിരുന്നാലല്ലേ നമുക്ക് തിന്നാനൊരു രസമുള്ളൂ. അപ്പോൾ ഈ രീതിയിലാണ് ഞാൻ എല്ലാം മടക്കിയെടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ മടക്കിയെടുക്കുമ്പോഴുണ്ടല്ലോ ഇതൊന്നും മാവൊന്നും ചാടി വെളിയിൽ പോകത്തില്ല. അപ്പോൾ സേഫായിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ നമ്മൾ ഈ എടുക്കുന്ന ഈ ഷേപ്പിൽ തന്നെ ഇരുന്നോളും. ഏകദേശം ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിൽ ഇങ്ങനെ ഇരുന്നോളും. അപ്പോൾ ഇങ്ങനെ ഒരു ഷേപ്പിൽ ഒരു 4-5 എണ്ണം ഞാൻ എടുക്കുന്നുണ്ട്. അപ്പോൾ അടുത്തതും ഇതേപോലെ ഇല മടക്കി ഇതേപോലെ എടുക്കുകയാണ്. ഇതിനുശേഷം ഞാൻ കുമ്പിൾ കുത്തി എടുക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ വഴനയില ഇവിടെ അടുത്തൊന്നും വഴനയില കിട്ടാനില്ല. അപ്പം ഞാൻ ഈ വാഴയിലേക്കകത്ത് തന്നെ അങ്ങ് കുമ്പിൾ കുത്തി എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ കുമ്പിളപ്പത്തിൻ്റെ ആ ഷേപ്പ് കിട്ടും, പക്ഷേ ആ മണമൊന്നും കിട്ടത്തില്ല. ആ മണം വേണമെങ്കിൽ ആ വഴനയില തന്നെ വേണം. അപ്പോൾ പക്ഷേ ഇവിടെ ഒന്നും കിട്ടാനില്ല. കുഴപ്പമില്ല, നമുക്കിത് കുമ്പിളാക്കി എടുക്കാം. അപ്പോൾ ഈർക്കിലൊക്കെ വെച്ചിട്ട് ഞാൻ ഇതേപോലെ കുത്തി എടുക്കുകയാണ്. അപ്പോൾ ഇത് വാട്ടിയെടുത്തേക്കുന്നത് കൊണ്ട് അത് പൊട്ടിപ്പോകാനത്, അല്ലെങ്കിൽ അത് പൊട്ടിപ്പോവും. നമ്മൾ ഈർക്കിൽ കുത്തുമ്പോഴത്തേക്ക് ഇല എല്ലാം കീറിപ്പോവും. വാട്ടിയെടുക്കുമ്പോൾ കുഴപ്പമില്ല, അത് കീറിപ്പോത്തൊന്നുമില്ല. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് മാവ് നിറച്ചിട്ട് ഇതിൽ വശം ഒന്ന് മടക്കി പിന്നെയും ഒന്ന് ഈർക്കിലൊന്ന് കുത്തി വെച്ച് കഴിഞ്ഞാൽ ഇത് വെളി ചാടി പോകത്തില്ല. അപ്പോൾ പാകത്തിൽ വെച്ച് വേവിക്കാൻ നേരം തിരിച്ചിട്ടാലും മറിച്ചിട്ടാലും അതിനകത്തുനിന്ന് മാവ് ചാടി പോകത്തില്ല. അത് അങ്ങനെ തന്നെ ഇരുന്നോളും, സേഫായിട്ട് ഇരുന്നോളും. അപ്പോൾ ഇഡ്ഡലി പാത്രത്തിലാണ് ഞാൻ വേവിച്ചെടുക്കുന്നത്. അപ്പം വെള്ളം വെച്ചിട്ടുണ്ട് തിളയ്ക്കാൻ വേണ്ടി. വെള്ളം ആവി ഒന്ന് വരുമ്പോഴത്തേക്കും നമുക്ക് ഇതെല്ലാം നിരത്തി ഇട്ട് കൊടുക്കാം. അപ്പം നമ്മൾ ആവി കയറ്റുമ്പോൾ ഇതേപോലെ നിരത്തി വെച്ചിട്ട് ആവി കയറ്റുക. അടുക്കി വെക്കുമ്പോഴുണ്ടല്ലോ ഈ ഒട്ടിയിരിക്കുന്ന ഭാഗങ്ങൾ വേവത്തില്ല. അതുകൊണ്ട് ഇങ്ങനെ നിരത്തി വെക്കുമ്പോൾ എല്ലാ ഭാഗവും ഒരേപോലെ അങ്ങ് വെന്ത് കിട്ടിക്കോളും. അപ്പോൾ അടയെല്ലാം വെന്ത് റെഡിയായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറന്നു പോകില്ല കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യാനും അതേപോലെ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറന്നു പോകരുത്. അപ്പോൾ ഓക്കെ, താങ്ക്